പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഹൽഗാം ഭീകരാക്രമണം സാമ്പത്തിക യുദ്ധം എന്ന് പറയുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കാശ്മീരിലെ ടൂറിസത്തെ നശിപ്പിക്കാനായിരുന്നു ആ ശ്രമം. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനും ഭീകരവാദികൾ ലക്ഷ്യം വെച്ചു എന്നും വിദേശകാര്യമന്ത്രി പറയുന്നു. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, അത് ശരിയാവണ്ണം അത് പറയൽ തന്നെയാണ്. കാര്യം പഹൽഗാം ഏത് രീതിയിൽ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിലേക്ക് ആ ദിവസങ്ങളിലേക്ക് പോയി എന്ന് നമ്മൾ നേർക്കുനേർ പഹൽഗാം പോയി എന്ന് കണ്ടതാണ്. അവിടുത്തെ ടൂറിസത്തിന് ഏത് രീതിയിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് കൃത്യമായി അറിയില്ല. ഇപ്പോൾ ജയശങ്കർ അത് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള പശ്ചാത്തലം എന്താണ് വിനീത? തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗം, ഒരു സിംഹഭാഗം എന്ന് പറയുന്നത് തന്നെ ടൂറിസമാണ്. ഹാഷ്മിയൊക്കെ അവിടെ നേരിട്ട് പോയി ആ സ്ഥിതിഗതികൾ നേരിട്ട് അറിഞ്ഞ ആളാണല്ലോ. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരൊക്കെ ഈ ടൂറിസം മേഖലയെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ മേഖലയെ, ഈ ടൂറിസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭീകരർ ഇത്തരത്തിലേക്കൊരു ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം 3 ദിവസത്തെ US സന്ദർശനം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മതപരമായിട്ടുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുക കൂടിയായിരുന്നു ആ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആണവ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായി വിട്ടുവീഴ്ച ഇല്ല എന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം അവിടെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് ടൂറിസമാണ്. ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്നും അദ്ദേഹം പറയുകയാണ്. ഒരു രാജ്യം അയൽ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു തീവ്രവാദത്തെ പിന്തുണയ്ക്കുമ്പോൾ അതിൽ മിണ്ടാതിരിക്കാൻ കഴിയില്ല. പരസ്യമായി ശബ്ദമുയർത്തേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ UN രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ എത്തുന്നതിന് മുന്നോടിയായി കൂടിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള നിലപാട് അത് UN ആസ്ഥാനത്ത് നടന്ന ഒരു പരിപാടിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഹാഷ്മി. അപ്പോൾ വിനിത വിജി ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഭീകരർ ശ്രമിച്ചത് ഒന്നാമത് മതപരമായ ഭിന്നിപ്പിനാണ്. അതുകൊണ്ടാണ് മതം ചോദിച്ചുള്ള വെടിവെച്ച് കൊലപ്പെടുത്തൽ. നമ്മൾ നേരത്തെ അത് പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം സാമ്പത്തിക യുദ്ധം കൂടിയാണ്. സാമ്പത്തികമായി തകർക്കൽ, അവിടുത്തെ ടൂറിസത്തെ സാമ്പത്തികമായി കൂടിയാണ് ലക്ഷ്യമെന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ശരിയാവണ്ണം പറയുകയാണ്. എന്ന് പറയാനുള്ള കാരണം നമ്മൾ അവിടെ പോയി ഈ മേഖലയിൽ പഹൽഗാം അടക്കമുള്ള മേഖലകളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ആരോരുമില്ലാതെ അവിടെ ഒരു ദിവസം രാത്രി പെർ നൈറ്റ് മോഹവിലയുള്ള ഹോട്ടലുകൾ, 20,000 രൂപ ഒക്കെയുള്ള മോഹവിലയുള്ള ഹോട്ടലുകൾ ഏതാണ്ട് 500, 600, 700, 1000, 2000 രൂപയ്ക്കൊക്കെ രാത്രി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നമ്മൾ നേർക്കുനേർ പോയി കണ്ടതാണ്. എന്തായാലും അത് ആ കറുത്ത കാലം അല്ലെങ്കിൽ ആ ദുർഘടകാലം കഴിഞ്ഞ് വീണ്ടും അവിടെ ശ്രീനഗർ ടൂറിസം ഒക്കെ ഒന്ന് പച്ചപിടിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കാനേ കഴിയുന്നുള്ളൂ. അത് പക്ഷേ ജയശങ്കർ കൃത്യമായി പറയുന്നു, അത് ഭീകരവാദി ആക്രമണം മാത്രമല്ല, അതൊരു സാമ്പത്തിക യുദ്ധം കൂടിയാണ് എന്ന കാര്യം.